കഴിഞ്ഞ 15 വർഷമായിട്ട് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ പ്രിയമുള്ളവർ കഴിഞ്ഞിരുന്നത്. 15 വർഷം മലമൂത്ര വിസർജനവും ഫുഡിന്റെ അവശിഷ്ടവും ഒക്കെ ഈ മുടിയേൽ അങ്ങ് പറ്റി ഇത്രയും വർഷങ്ങളായിട്ട് ആ മുടിയേൽ ഇതെല്ലാം പറ്റിയിരിക്കുന്നു. ഇവർ ജീവിച്ചിരുന്നതും അത്ഭുതമാണ്. ബികോം വരെ പഠിച്ചതാണ്, ഡൽഹി ജോലി ചെയ്ത ഒരാളാണ്. സാമാന്യം എല്ലാ അറിവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ മുറിക്കകത്ത് കയറി ആ കട്ടിലെ കയറി ഇരിപ്പായതാണ്. അന്ന് ഇട്ട വസ്ത്രം ദ്രവിച്ചു പോയി. അത് അദ്ദേഹത്തിൽ നിന്ന് ഇല്ലാതായിപ്പോയി. വസ്ത്രമാരില്ല, കുളിപ്പിച്ചിട്ടില്ല, മുടി ചീകിയിട്ടില്ല. നമസ്കാരം. നിൽക്കുന്നത് തിരുവല്ല പെരിങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കണ്ടല്ലോ ദൃശ്യങ്ങളിൽ 3 മനുഷ്യജന്മങ്ങൾ. ഈ നമ്മുടെ സാക്ഷര കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കണ്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്ന് തുണി മാറാനോ അല്ലെങ്കിൽ 15 വർഷമായിട്ട് മുടി പോലും വെട്ടാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ദൈവദൂതരെ പോലെ തിരുവല്ലയുള്ള കുമ്പനാട്ടുപടിയുള്ള ഗിൽഗാൽ എന്ന ആശ്വാസഭവനിലെ പ്രവർത്തകർ അവിടെ എത്തി അവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ ദൃശ്യങ്ങൾ കണ്ടല്ലോ, അവരാണ് ഈ ഇരിക്കുന്ന 3 സഹോദരങ്ങൾ. ഈ അമ്മയ്ക്ക് പെൻഷനും ഒക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഇരുട്ട് വീടിനുള്ളിൽ കഴിഞ്ഞു വന്ന ആഹാരത്തിനും ഈ അമ്മ ജട പിടിച്ചെന്ന് പറഞ്ഞാൽ അത് തലകണയായിട്ട് വെച്ചേക്കുമായിരുന്നു. മുടി 15 വർഷക്കാലമായിട്ട് അത് ഇട്ടിരുന്ന ഡ്രസ്സ് പോലും പൊടിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നഗ്നമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവരുടെ അവസ്ഥ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കവരെ ആ ഒരു ദുരിതക്കയത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ജ്യേഷ്ഠത്തെയാണ്. തൻ്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ആരോഗ്യമുള്ളപ്പോഴൊക്കെ ചെയ്തു. പക്ഷേ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരുപോലെ ഒരു ദുരിതമായ ഒരു അവസ്ഥയിലേക്ക് ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ 15 വർഷം മലമൂത്ര വിസർജനവും ഫുഡിന്റെ അവശിഷ്ടവും ഒക്കെ ഈ മുടിയേൽ അങ്ങ് പറ്റി ഇത്രയും വർഷങ്ങളായിട്ട് ആ മുടിയേൽ ഇതെല്ലാം പറ്റിയിരിക്കുന്നു, ജട പിടിച്ചിരിക്കുക. പിന്നെ നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മളോർത്തത് പുള്ളിക്കാരി തലയണയാണെന്ന് ആദ്യം വിചാരിച്ചത് മുടി കണ്ടിട്ട്. ഇവർ ജീവിച്ചിരുന്നതും അത്ഭുതമാണ്. ബികോം വരെ പഠിച്ചതാണ്, ഡൽഹി ജോലി ചെയ്ത ഒരാളാണ്. സാമാന്യം എല്ലാ അറിവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ എവിടെയോ എപ്പോഴോ മനസ്സിന്റെ താളം പറ്റി ആ മുറിക്കകത്ത് കയറി പിന്നെ ഇറങ്ങിയിട്ടില്ല. 15 വർഷം ആ മുറിക്കകത്ത് കയറി ആ കട്ടിലെ കയറി ഇരിപ്പായതാണ്. അന്ന് ഇട്ട വസ്ത്രം ദ്രവിച്ചു പോയി. അത് അദ്ദേഹത്തിൽ നിന്ന് ഇല്ലാതായിപ്പോയി. വസ്ത്രമാരില്ല, കുളിപ്പിച്ചിട്ടില്ല, മുടി ചീകിയിട്ടില്ല. ഇവർ 3 പേരും ഒരു വീട്ടിലെ സഹോദരങ്ങളാണ്. ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ മോളിൽ നിന്നും കാണാനിടയായത്. കാരണം ഞങ്ങളുടെ അറിവിൽ നിന്നും കഴിഞ്ഞ 15 വർഷമായി മോളി ആ ഒരവസ്ഥയിലായിരുന്നു. കുളിക്കുകയോ നനയ്ക്കുകയോ ചെയ്യാതെ അത്ര ഇല്ല. ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കഴുത്തിൽ, ബാക്കിയെല്ലാം ജീർണിച്ചു പോയിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ പ്രിയമുള്ളവർ കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് മോളി ബികോം പാസ്സായ ഒരു കുട്ടിയാണ്. ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നും മോളിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ സാക്ഷര കേരളമെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതുപോലുള്ള മനുഷ്യജന്മങ്ങൾ പല വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടാവും. ഒരു അയൽവക്കക്കാരൊന്ന് തിരിഞ്ഞു നോക്കാതെ, അല്ലെങ്കിൽ ചർച്ചിലുള്ളവർ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഒപ്പം ഉള്ളവർ, അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളുള്ളവരൊക്കെ ഇത്തരക്കാരെ ഒന്ന് തിരക്കേണ്ടത് അനിവാര്യമാണ്. ആരൊക്കെ ഇപ്പോഴും പട്ടിണിയുണ്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ, വസ്ത്രമൊന്നും മാറാനില്ലാതെ, ഇതുപോലുള്ള മനുഷ്യജന്മങ്ങൾ വേറെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ അയൽവക്കങ്ങളുള്ളവരെ ഒന്ന് തിരക്കുന്നത്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇരുന്ന് കാണാതിരിക്കുമ്പോൾ തിരക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഇതുപോലുള്ള മനുഷ്യജന്മങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.